my dear students, welcome to ASAP. നമ്മൾ ഇന്ന് നോക്കുന്നത് ടൈം ആൻഡ് വർക്കിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. A civil contractor planned to build an overbridge of 3 kilometer distance in 600 days. For this purpose, he employed 90 workers. After 200 days of work, it was observed that only 0.5 kilometer of the bridge was completed. What is the number of extra workers required to complete the working time? എന്താ പറഞ്ഞേക്കുന്നത്? ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 കിലോമീറ്റർ ബ്രിഡ്ജാണ് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. എത്ര ദിവസം കൊണ്ടാണ്? 600 ദിവസം കൊണ്ട്. 200 ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ് നോക്കിയത്? അതായത് നമ്മൾ എന്താ കണ്ടത്? 0.5 കിലോമീറ്റർ, അതായത് 1/2 കിലോമീറ്റർ മാത്രമേ എന്തായിട്ടുള്ളൂ? ബ്രിഡ്ജ് ഉണ്ടായിട്ടുള്ളൂ, അതായത് പണി കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അങ്ങനെയെങ്കിൽ എത്ര അഡീഷണൽ വർക്കേഴ്സിന് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യണം നമ്മളെ വർക്ക് അതേ ടൈമിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന 600 ദിവസമാണ്. 600 ദിവസത്തിനുള്ളിൽ തീരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അഡീഷണൽ വർക്കേഴ്സിനെ കൂടെ നമ്മൾ അതിലേക്ക് അപ്പോയിൻ്റ് ചെയ്യണം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ചെയിൻ ഫോർമുല വെച്ചിട്ടാണ്. അപ്പോൾ ചെയിൻ ഫോർമുല എന്താണ്? M1 D1 T1 by W1 equal to M2 D2 T2 by W2. ഇതാണ് ചെയിൻ ഫോർമുല. ജസ്റ്റ് ഇക്വേഷനൊരു പേരൊക്കെ ഇട്ടിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡാറ്റാസ് ഉള്ളത് നോക്കടാ. പറഞ്ഞേക്കുന്നത് എന്താണ്? 3 കിലോമീറ്റർ ആണ് നമ്മുടെ ബ്രിഡ്ജിൻ്റെ ഡിസ്റ്റൻസ്. 600 ദിവസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫിനിഷ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. 200 ദിവസം കഴിഞ്ഞപ്പോൾ എത്ര വർക്കാണ് തീർന്നത്? 0.5 കിലോമീറ്റർ വർക്ക് മാത്രമേ തീർന്നിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ എത്ര അഡീഷണൽ വർക്കേഴ്സിനെയാണ് നമ്മൾ അപ്പോയിൻ്റ് ചെയ്തേക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് എഴുതാം? 90 വർക്കേഴ്സാണ് ഇനീഷ്യലി ഉള്ളത് അല്ലേ? 90 വർക്കേഴ്സ് 600 ദിവസത്തേക്കാണ് നമ്മൾ എംപ്ലോയ് ചെയ്തത്. പക്ഷേ 200 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കിയത്? 1/2 കിലോമീറ്ററേ തീർന്നിട്ടുള്ളൂ. അപ്പം 200 ദിവസത്തെ വർക്ക് തീർന്നു. എത്ര വർക്കാണ് തീർന്നിട്ടുള്ളത്? 1/2 കിലോമീറ്റർ. ഇനി നോക്ക്, എത്ര വർക്കേഴ്സ് വേണം? അത് നമുക്കറിയില്ല. ഇനി നമുക്ക് പറഞ്ഞേക്കുന്നത് എത്രയാ? 600 ദിവസം, അത് ഇൻ ടൈം, അതായത് അതേ സമയത്ത് തന്നെ തീരണം. 600 ദിവസം കൊണ്ട് 200 ദിവസം തീർന്നു. ഇനി എത്രയുണ്ട്? 400 ദിവസം. ആകെ എത്രയുണ്ട്? ബ്രിഡ്ജിൻ്റെ ലെങ്ത് എത്രയാണ്? 3 കിലോമീറ്റർ. ഇപ്പോൾ 1/2 കിലോമീറ്റർ തീർന്നു. അപ്പോൾ ഇനി ബാക്കി എത്രയുണ്ട്? 2.5 കിലോമീറ്റർ. 5/2. ഇനി കട്ട് ചെയ്യാമല്ലത്, കട്ട് ചെയ്യാം. ഇത് 2, ഇതും കട്ട് ചെയ്തു. ഇനി എത്രയുള്ളത്? ഈ 2ഉം 90. ഇവിടെ എത്രയാണ്? 45. അപ്പോൾ എക്സ് ഈക്വൽ ടു നോക്ക്, 5 × 45 225. 225 ആളെ വേണം നമുക്കിനി അപ്പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 225 ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ടൈമിൽ തന്നെ പണി തീർക്കാം. ആൾറെഡി ഇവിടെ എത്ര ആൾക്കാരുണ്ടേന്നു? 90 ആൾക്കാരുണ്ടേന്നു. അങ്ങനെയെങ്കിൽ എക്സ്ട്രാ എത്ര ആൾക്കാർ വേണം? 225 - 90 എത്ര വരും? 135. എത്രയാണ് ആൻസർ വരുന്നത്? 135. അതായത് ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയിൻ ഫോർമുല ഓർത്ത് വെച്ചോളാം. എന്താണ്? M1 D1 T1 by W1 equal to M2 D2 T2 by W2. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ എ ഫാക്ടറി അജയ് ആൻഡ് വിജയ് വർക്ക് ഓൺ ദ സെയിം മെഷീൻ ടു കട്ട് ഡയമണ്ട്സ് ബട്ട് ഓൺ ആൾട്ടർനേറ്റ് ഹവർ ബേസിസ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഡയമണ്ട് കട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ്? ആദ്യത്തെ 1 മണിക്കൂർ അജയ് വർക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ മണിക്കൂർ ആര് വർക്ക് ചെയ്യുന്നു? വിജയ് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് വർക്ക് പോകുന്നത്. അജയ് വർക്ക്സ് ഫോർ ദ ഫസ്റ്റ് അവർ ആൻഡ് ദ വിജയ് വർക്ക്സ് ഫോർ ദ സെക്കൻഡ് അവർ. കണ്ടോ, ആൾട്ടർനേറ്റ് ആണെന്ന് പറഞ്ഞേക്കുന്നത്. അജയ് ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 6 hours വൈൽ വിജയ് കംപ്ലീറ്റ്സ് ഇറ്റ് ഇൻ 16 hours. അജയ് എന്ത് ചെയ്യുന്നുണ്ട്? 6 മണിക്കൂർ കൊണ്ടാണ് വർക്ക് തീർക്കുന്നതെങ്കിൽ വിജയ് ആണെങ്കിൽ 16 മണിക്കൂർ കൊണ്ടാണ് വർക്ക് തീർക്കുന്നത്. ഇഫ് ദേ വർക്ക് ഇൻഡിവിജ്വലി, in how much time can they complete the work if they are using the machine on alternate basis? രണ്ടുപേരും ആൾട്ടർനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ടൈം കൊണ്ടാണ് വർക്ക് ഫിനിഷ് ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്യുന്നത് LCM മെത്തേഡിലാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? LCM മെത്തേഡിൽ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഒന്ന് എഴുതാം. നോക്കടാ, 2 ആൾക്കാരാണ്. ഒന്ന് അജയ് ഉണ്ട്, വിജയ് ഉണ്ട്. ഇയാൾ എത്രയാണ് പറഞ്ഞത്? 6 hour കൊണ്ടാണ് വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. മറ്റേ ആളാണെങ്കിലോ 16. ഓക്കെ അല്ലേ? നടുക്ക് എന്ത് എഴുതണം? LCM എഴുതണം. 6 ഉണ്ട്, 16 ഉണ്ട്, 48. എത്രയാണ് LCM വരുന്നത്? എത്രയാണ്? 48. അങ്ങനെയെങ്കിൽ എഫിഷ്യൻസി 48/6 എത്ര വരും? 8. ഇവിടെ 48/16 എത്ര വരും? 3. ഓക്കെ അല്ലേ? ഇനി നോക്ക്, ആദ്യത്തെ അവറിൽ അജയ് വർക്ക് ചെയ്യുന്നത്, പിന്നത്തെ അവറിൽ ആര് വർക്ക് ചെയ്യുന്നുണ്ട്?
വിജയ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ 2 മണിക്കൂറിൽ എത്ര വർക്കാ? 11 വർക്ക്. ഓക്കെ ആണല്ലോ. ഇനി നോക്കി, ഈ 11ൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് 48 എഴുതാൻ പറ്റില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 11ൻ്റെ മൾട്ടിപ്പിൾ 48ന് താഴെ വരുന്നത് എത്ര വരുന്നത്? 44. ഇത് 44 ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട്. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട്. അപ്പം 8 മണിക്കൂറിൽ 44 വർക്ക് തീരും. ഓക്കെ ആണല്ലോ. എടാ 8 മണിക്കൂറിൽ 44 വർക്ക് തീരാന്ന് പറയുമ്പോൾ ഇപ്പോൾ ആരാണ് വർക്ക് ഫിനിഷ് ആക്കിയിട്ടുള്ളത്? വിജയാണ്. അടുത്ത അവറിൽ ആര് വരും? അജയ് വരും. അജയ് വരുമ്പോൾ ഇനി എത്ര വർക്ക് കൂടെ മതി? ഇവിടെ 4 യൂണിറ്റ് വർക്ക് കൂടെ മതി അല്ലേ? 48 ആവണമെന്നുണ്ടെങ്കിൽ 4 യൂണിറ്റ് മതി. അങ്ങനെയെങ്കിൽ 8 മണിക്കൂറും ഇനി അടുത്തത് 8 യൂണിറ്റ് വർക്ക് വേണ്ട, അതിൽ 4 മതി. അപ്പോൾ എത്ര വരും? 8 മണിക്കൂറും 8/1/2. 8/1/2 അവർ എന്ന് പറയുമ്പോൾ എത്ര വരും? 8 മണിക്കൂറും 30 മിനിറ്റ്സ്. 8 മണിക്കൂറും 30 മിനിറ്റ്സുമാണ് വരുന്നത്. നോക്കൂ, ഓപ്ഷൻസ് അത് ഏതാ വരുന്നത്? ഓപ്ഷൻ എ, 8 അവർ 30 മിനിറ്റ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കുക എൻ്റെ കൂടെ തന്നെ. 20 men can finish a work in 220 days. 20 മെന്നിന് 220 ദിവസം കൊണ്ട് ഒരു വർക്ക് ഫിനിഷ് ആക്കാൻ പറ്റും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് 90 days, 90 ദിവസം കഴിഞ്ഞപ്പോൾ എന്തായത്? 20 അഡീഷണൽ മെൻ ആർ എംപ്ലോയിഡ്. 20 അഡീഷണൽ മെൻ എന്ത് ചെയ്തിട്ടുണ്ട്? എംപ്ലോയിഡ് ആയിട്ടുണ്ട്, അതായത് അവിടെ ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ ഹൗ മെനി മോർ ഡേയ്സ് വിൽ ദ വർക്ക് ബി കംപ്ലീറ്റഡ്? അതായത് എത്രയും കൂടെ കൂടുതൽ ദിവസം കഴിയുമ്പോഴാണ് വർക്ക് ഫിനിഷ് ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കട്ടെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 20 മെന്നിന് 220 ദിവസം കൊണ്ടാണ് വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം 90 ഡേയ്സ് കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്തു? 20 ആൾക്കാരെ കൂടെ കൂടുതലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ 90 ഡേയ്സ് കഴിയാന്ന് പറയുമ്പോൾ ബാക്കി ഇനി എത്ര ദിവസം ഉണ്ട് അവിടെ? 130 ദിവസം. 130 ദിവസം 20 ആൾക്കാരെ ഈക്വൽ ടു എത്ര കൂടുതൽ ഡേയ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? എത്ര കൂടുതൽ ഡേയ്സും കൂടെ വർക്ക് ഉണ്ടാവും അതറിയില്ല, അത് കെ എടുത്തു. ഇനി 20 ആൾക്കാരും കൂടെ അഡീഷണലി വന്നു, അപ്പോൾ എത്രയായി? 40. കട്ട് ചെയ്യാമല്ലോ, ഇത് കട്ട് ചെയ്യുക. അപ്പോൾ കെയുടെ വാല്യൂ എത്ര വരും? ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 65. അതായത് 65 ദിവസം കൂടെ കൂടുതൽ വേണ്ടി വരും വർക്ക് തീരാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് വായിച്ച് നോക്കിയേ. അബ്ബ ആൻഡ് അനുജ് വർക്കിംഗ് ടുഗദർ കംപ്ലീറ്റഡ് എ ജോബ് ഇൻ 40/9 days. If Abba had worked twice as efficiently as she actually did, and Anuj had worked 1/3 of his actual efficiency, then the work would have been completed in 60/17 days. Find the time Abba would take to complete the work alone. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 2 ആൾക്കാരും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 40/9 ദിവസം കൊണ്ട് വർക്ക് തീരും. അപ്പോൾ നമുക്ക് ഡാറ്റ അങ്ങ് എഴുതാം. ഞാൻ അബ്ബ എന്ന് പറയുന്ന ആളെ എ ആയിട്ട് എടുക്കുക കേട്ടോ. അബ്ബ എന്ന് പറയുന്ന ആളെ, ഇതാണ് അബ്ബ. ഞാൻ അനുജിനെ ഞാൻ ബി ആയിട്ട് എടുക്കുക കേട്ടോ. എഴുതാൻ വേണ്ടിയിട്ടൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് A+B, 2 ആൾക്കാരും കൂടെ ഒരുമിച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ 40/9 ദിവസം കൊണ്ടാണ് വർക്ക് തീരുക. ഇനി പറയുന്നത് ഇഫ് അബ്ബ ഹാഡ് വർക്ക്ഡ് ട്വൈസ് ആസ് എഫിഷ്യൻ്റ്ലി, ഇയാളുടെ എഫിഷ്യൻസി 2 times ആണ്. അതുപോലെ തന്നെ അനുജിൻ്റെത് 1/3. അങ്ങനെയെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ടാണ്? 60/17. ഈ ഡാറ്റ എഴുതാണ്. 2A + B/3 ഇൻറ്റു എത്രയാണ്? 60/17. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ കട്ട് ചെയ്യുക. ഞാനിവിടെ 20 വെച്ച് കട്ട് ചെയ്യുകയാണ്. ഇത് 2, ഇവിടെ എത്ര വരും? 3. 17 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നോക്ക്, ഞാൻ ഈ 17 ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. 17 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്, 34. അപ്പോൾ 34A + 34B = ഈ 9 അങ്ങോട്ട് എടുക്കുക. ഇവിടെ 27 × 2 54A + ഈ 3യും 3യും അങ്ങ് കട്ട് ചെയ്ത് 9B. അപ്പോൾ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 34 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 20A = ഇവിടെ 34 - 9 എത്ര വരും? 25B. അതായത് A/B എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് 5/4. അബ്ബയുടെ എഫിഷ്യൻസി 5ഉം അതുപോലെ തന്നെ അനുജിൻ്റെ എഫിഷ്യൻസി 4ഉം. ഇനി നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം.
ടോട്ടൽ വർക്ക് ഇതിനകത്ത് എവിടെ വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിപ്പോൾ ടോട്ടൽ വർക്ക് ഇവിടെയാണ് കേട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് A + B എന്ന് പറയുന്നത് 9 × 40/9 കട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ് വരുന്നത്? 40 കിട്ടുന്നത്. ഇനി നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ? ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ ടൈം അബ്ബ വുഡ് ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക് എലോൺ. അബ്ബ ഒറ്റക്കാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കും? നോക്കടാ, അബ്ബയുടെ എഫിഷ്യൻസി അബ്ബ എലോൺ എന്ന് പറയുമ്പോൾ A ആണ്. ടോട്ടൽ വർക്ക് എത്രയാ? 40 ഡിവൈഡഡ് ബൈ അബ്ബയുടെ എഫിഷ്യൻസി 5 ആണ്. 40/5 എത്ര വരും? 8 ഡേയ്സ്. എത്ര വരുന്നത്? 8 ഡേയ്സ്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. രാജു, ശോഭ് ആൻഡ് മോഹൻ ക്യാൻ ഡു വർക്ക് ഇൻ 15 days, 20 days and 25 days respectively. In how many days will the work be finished if they do it on alternate days? അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ എഴുതാം. 3 ആൾക്കാരാണുള്ളത്. രാജു, ശോഭ്, പിന്നെ ആരാളുള്ളത്? മോഹൻ. ഇനി ഇയാൾ എത്ര എടുക്കുന്നുണ്ട്? ഇയാൾ 15, 20, 25. LCM എത്ര വരും? 300 വരും. അങ്ങനെയെങ്കിൽ എഫിഷ്യൻസി ഇവിടെ എത്ര വരും? ഇവിടെ 20 വരും. ഇവിടെ എത്ര വരും? ഇവിടെ 15, ഇവിടെ 3 × 4 12 വരും. ഓക്കെ അല്ലേ? ഇനി നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇവർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ വർക്ക് ബി ഫിനിഷ് ഇഫ് ദേ ഡു ഇറ്റ് ഓൺ ആൾട്ടർനേറ്റ് ഡേയ്സ്. ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഇവർ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തെ ദിവസം രാജു വർക്ക് ചെയ്യും, രണ്ടാമത്തെ ദിവസം ശോഭ, മൂന്നാമത്തെ ദിവസം മോഹന്. അപ്പോൾ നോക്ക് 20 + 15 എത്ര വരും? 35. 35 + 12 47. 3 ദിവസം കൊണ്ട് 47 വർക്ക്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 300-ന് താഴെയായിട്ട് 47-ൻ്റെ ഒരു മൾട്ടിപ്പിൾ. ഞാൻ ഇവിടെ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെയും 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എത്ര വരും? 6 7 42, 4 6 24 28. 18 ദിവസം കൊണ്ട് 282. ഇനി 300 ആവണം. 300 ആവണമെന്നുണ്ടെങ്കിൽ 20 വേണ്ട. നമുക്ക് എത്ര മതി? 18 വർക്ക് അല്ലേ? 18 വർക്ക് മതി. എത്രയല്ലേ? 20. ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 9/10. 18 9/10. ഓപ്ഷൻ ഉണ്ടോ നോക്ക്. എത്ര വരുന്നുണ്ട്? ഇതാ ഓപ്ഷൻ ഡി 18 9/10 ഡേയ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത് ടൈം ആൻഡ് വർക്കിലെ 5 ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.